ബാഹുബലി RRR പോലുള്ള ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിലൂടെ ഇന്ത്യൻ സിനിമയുടെ പ്രൗഢി ലോകോത്തര തലത്തിലെത്തിച്ച അതുല്യ സംവിധായകനാണ് SS രാജമൗലി. അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ അടുത്തൊരു ചിത്രം വരുന്നു എന്ന വാർത്ത ആരാധകരെ വലിയ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർ. ബാഹുബലി RRR പോലുള്ള ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിലൂടെ ഇന്ത്യൻ സിനിമയുടെ പ്രൗഢി ലോകോത്തര തലത്തിലെത്തിച്ച അതുല്യ സംവിധായകനാണ് SS രാജമൗലി. അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ അടുത്തൊരു ചിത്രം വരുന്നു എന്ന വാർത്ത ആരാധകരെ വലിയ ആവേശത്തിലാണ് ആഴ്ത്തിയത്. ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രാജമൗലിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് വാരണാസി. സിനിമയുടെ ടീസർ ട്രെയിലർ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയും ചെയ്തു. VFX മിക്സിൽ സമ്പന്നമായ ഒരു ദൃശ്യ വിസ്മയമാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്ന സൂചനയാണ് ടീസർ നൽകുന്നത്. സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു നായകനാവുന്ന ചിത്രത്തിൽ മലയാളത്തിന്റെ സ്വന്തം പൃഥ്വിരാജ് സുകുമാരനും ബോളിവുഡ് താരം പ്രിയങ്ക ചോപ്രയും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. ടീസർ നൽകുന്ന സൂചനകൾ പ്രകാരം വാരണാസി VFX മികവിൽ സമ്പന്നമായ ഒരു ചിത്രമായിരിക്കും. ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് കൂടിയായ മഹേഷ് ബാബു സിനിമയ്ക്കായി പ്രതിഫലം വാങ്ങുന്നില്ലെന്ന റിപ്പോർട്ടുകൾ ഈ പ്രൊജക്ടിനോടുള്ള അദ്ദേഹത്തിന്റെ അർപ്പണബോധം വ്യക്തമാക്കുകയാണ്. ചിത്രം പല ഘട്ടങ്ങളിലായാണ് കഥ പറയുക എന്ന സൂചനയുമുണ്ട്. ചിത്രത്തിൽ ടൈം ട്രാവലിന്റെ സാധ്യതകളും കാണിക്കുന്നുണ്ട്. ഇത് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുനയിൽ നിർത്തുന്ന ഒരു ഘടകമാണ്. രാമായണം പോലുള്ള പുരാണങ്ങൾ ചിത്രത്തിൽ പ്രാധാന്യം ചെലുത്തുന്നതായും കാണാം. രാജമൗലിയുടെ അച്ഛനും പ്രഗത്ഭനായ തിരക്കഥാകൃത്തുമായ വിജയേന്ദ്ര പ്രസാദാണ് വാരണാസിക്ക് വേണ്ടി തിരക്കഥ ഒരുക്കുന്നത്. ചിത്രത്തിന്റെ പ്രഖ്യാപനം മുതൽ തന്നെ വാരണാസി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗിന്റെ ആദ്യ ഷെഡ്യൂൾ നേരത്തെ പൂർത്തിയായിരുന്നു. ചെറിയൊരു ടീസർ തന്നെ ഇത്രയധികം ഗംഭീരമായി പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ചിത്രം പ്രതീക്ഷകൾക്ക് അപ്പുറമായിരിക്കുമെന്നാണ് ആരാധകരുടെ പ്രതികരണം. 2027 ഏപ്രിലിൽ സിനിമ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.